ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SCRT സീരീസിലെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തതാണ്. എന്താണ്? വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലായനി മിശ്രിതം, ആ ചാപ്റ്ററുമായി അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCRT ചാപ്റ്ററുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ഈ ക്ലാസ് കൊണ്ട് അത് തീരത്തില്ല. ഇത് ഓരോ പാർട്ടായിട്ട് നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതിൽ എവിടെ കിടക്കും നമുക്ക് നോക്കാം. ഒന്നാമത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, പുതിയ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ്. 2 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പഴയ ടെക്സ്റ്റ് ബുക്ക്. അവിടാണ് മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന മാർഗമൊക്കെ കുറെ കിടപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ലായനികൾ. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ടായിരിക്കും ഇത് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വ്യക്തമായി നിങ്ങൾ കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചാപ്റ്റർ ആണ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ ദ്രവ്യം എന്താണെന്ന് നോക്കാം. എന്താ പദാർത്ഥം എന്ന് വെച്ചാൽ എന്താ പദാർത്ഥം അല്ലെങ്കിൽ എന്താ ദ്രവ്യം? എൻ്റെ ഇരിക്കുന്ന പേന പദാർത്ഥമാണോ അല്ലെങ്കിൽ ദ്രവ്യമാണോ? അല്ലയോ, ഇത് ദ്രവ്യമാണേ. എന്താ ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലവും മാസമുള്ള ഏതൊരു സാധനവും ദ്രവ്യമാണ്. എന്താ? സ്ഥിതി ചെയ്യാൻ സ്ഥലവും മാസമുള്ള ഏതിനെ നമുക്ക് എന്താണ്? ദ്രവ്യമല്ലെങ്കിൽ പദാർത്ഥം എന്ന് വിളിക്കാം. അല്ലേ മക്കളെ? ഈ പേനയ്ക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണ്ടേ? ഓക്കെ, ഇതിനെന്തുമുണ്ട് മക്കളെ? പറ. മാസമുണ്ട്. അങ്ങനെ സ്ഥിതി ചെയ്യാൻ സ്ഥലവും മാസമുള്ള എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പദാർത്ഥമല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കാം. നമുക്കറിയാം ദ്രവ്യത്തിന് ഒരുപാട് അവസ്ഥകളുണ്ട്. ഏതൊക്കെയാ? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അല്ലയോ മക്കളെ? ഈ പേന ഖരമല്ലേ? അല്ലേ? ഖരം ദ്രവ്യമാണ് അല്ലെങ്കിൽ പദാർത്ഥമാ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ജലം ദ്രവ്യമാ. അല്ലേ? ദ്രവ്യത്തിന് രണ്ടാമത്തെ അവസ്ഥയായ ദ്രാവകമാ. ഇനി ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതെല്ലാം എന്താണ്? ദ്രവ്യമാണ്, പദാർത്ഥമാണ് മക്കളെ. കാരണം ഓക്സിജൻ ആണെങ്കിലും അവന്മാർക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. മനസ്സിലായി? മാസമുണ്ട്. ജലത്തിനും ആണെങ്കിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം, മാസമുണ്ട്. ഇല്ലേ? അപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. ക്ലിയർ? ഓക്കെ, ഇനി മക്കളെ ദ്രവ്യത്തെ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ക്ലാസ് ചെയ്യുന്നത്. 2 രീതിയിൽ. 1 ഭൗതികപരമായും 2 രാസപരമായും. എന്താ? ഭൗതികപരമായും രാസപരമായും. ഭൗതികപരമായുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, ഭൗതികപരമായുള്ള തരംതിരിക്കലാണ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. രാസപരമായുള്ള തരംതിരിക്കലാണ് എന്ത്? ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും രാസപരമായിട്ടുള്ള തരംതിരിക്കലാണ് എന്ത്? ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. ക്ലിയർ ആണോ? ഈ ശുദ്ധ പദാർത്ഥത്തെ പ്രധാനമായും 2ആയി തരംതിരിക്കാം: മൂലകങ്ങളും സംയുക്തങ്ങളും. ഓക്കെ, മിശ്രിതത്തെ 2ആയി തിരിക്കാം. എന്താ? ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും. മനസ്സിലായത്? ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. എന്താ മക്കളെ തന്മാത്ര എന്ന് വെച്ചാൽ? പഠിച്ചു. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എന്താ? എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. എന്താ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഒരു കൽക്കണ്ടം എടുക്കുക. കൽക്കണ്ടം എടുത്ത് ഞാൻ മുറിച്ച് ഓരോ മുറിയും നിങ്ങൾക്ക് തരുക. ഓരോ മുറിച്ച് ചെറിയ പീസ് തരും. നിങ്ങൾ കഴിച്ചു നോക്കുക. മധുരം തന്നെയല്ലേ മക്കളെ?
അല്ലേ? അത് പോട്ടെ, പഞ്ചസാര ഒരു തന്മാത്രയാ. പഞ്ചസാരയെ മുറിച്ച് 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 ചെറിയ ചെറിയ പീസാക്കി ഓരോ പീസും ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഞാൻ തരുവാ. കഴിച്ചു നോക്കിയേ, എല്ലായിടത്തും ഒരേ ഗുണമല്ലേ? അതാണ് പറഞ്ഞ മക്കളെ, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് മക്കളെ തന്മാത്ര. അതെ, O2 തന്മാത്രയാണ്, N2 തന്മാത്രയാണ്, H2 തന്മാത്രയാണ്, NaCl തന്മാത്രയാണ്. മനസ്സിലായോ? NaCl തന്മാത്രയാണ്, അതുകൂടെ H2O തന്മാത്രയാണ്, CO2 തന്മാത്രയാണ്. പഠിച്ചോ ഇല്ലയോ? എന്താ തന്മാത്ര എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്കറിയാം. അപ്പൊ എന്താ തന്മാത്ര? പറ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. ദ്രവ്യത്തെ ഭൗതികപരമായിട്ട് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ പ്രധാന അവസ്ഥകൾ ഏതൊക്കെയാ, പദാർത്ഥങ്ങൾ ഏതൊക്കെയാ? പറ. ഖരം, ദ്രാവകം, വാതകം. നോക്കി, ഇതാണ് ഖരതന്മാത്ര, ഇത് ദ്രാവകം, ഇത് വാതകം. ഇനി നിങ്ങൾ പറ മക്കളെ, ഒരു പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്ര ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഖരതന്മാത്രയാ. മനസ്സിലായോ? ഒരു പദാർത്ഥം ഏത് അവസ്ഥയാണ് തന്മാത്ര ഏറ്റവും അകന്നിരിക്കുന്നത്? ഏറ്റവും അകന്നിരിക്കുന്നത് അത് വാതകമാണ്. അടുത്തിരിക്കുന്ന ഖരം, അകന്നിരിക്കുന്നത് വാതകമാണ്. എന്താ? ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാ? നമുക്കറിയാം ഖരത്തിന് നിശ്ചിത ആകൃതിയുണ്ട്. ഖരത്തിന് നിശ്ചിത ആകൃതിയുണ്ട് അല്ലേ? എൻ്റെ ഇരിക്കുന്ന ഈ പേനയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഖരാവസ്ഥയ്ക്ക് നിശ്ചിത ആകൃതിയുണ്ട്. എന്നാൽ ദ്രാവകത്തിന് ആകൃതി ഉണ്ടോ? നമുക്കറിയാം ദ്രാവകം എന്ന് പറയുന്നത് ജലം. അപ്പം ജലത്തിന് കൃത്യമായിട്ടൊരു ആകൃതി പറയാൻ പറ്റൂ? ഇല്ലടേ. കാരണം ആ ദ്രാവകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും. മനസ്സിലായോ? എന്തിൻ്റെ ആകൃതി? ദ്രാവകത്തിൻ്റെ ആകൃതി. അതുകൊണ്ട് തന്നെ വാതകത്തിനും എന്തില്ല? നിശ്ചിത ആകൃതിയില്ല. കാരണം തന്മാത്രകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനേക്കാൾ അകന്നകന്നിരിക്കുന്നത് കൊണ്ടാണ് ആകൃതി ഇല്ലാത്തത്. കാര്യം മനസ്സിലായി? അപ്പം പദാർത്ഥങ്ങളെ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഭൗതികപരമായും, രണ്ട് രാസപരമായും. ഭൗതികപരം എന്ന് ചോദിച്ചാൽ ഖരം, ദ്രാവകം, വാതകം. രാസപരമാണെങ്കിൽ ശുദ്ധ പദാർത്ഥവും മിശ്രിതവും. ഓക്കെ, ഇനി ആറ്റങ്ങൾ കൂടെ നോക്കാം. എന്താറ്റങ്ങൾ? തന്മാത്രകളാൽ ചെറിയ കണങ്ങൾ ആറ്റങ്ങളാണ്. തന്മാത്രയേക്കാൾ ചെറിയ കണങ്ങൾ എന്താണ്? ആറ്റങ്ങളാണ്. തന്മാത്ര ഇപ്പം NaCl തന്മാത്രയാണ്. ഓക്കെ, H2 തന്മാത്രയേക്കാൾ ചെറിയ കണങ്ങൾ എന്താണ്? ആറ്റങ്ങളാണ്. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത് അല്ലെ? ഇപ്പം 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് O2 ഉണ്ടാകുന്നത്. ഒരു Nയും Clഉം കൂടെ ചേർന്നാണ് NaCl ഉണ്ടാകുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി H2O തന്മാത്രയാ. H2O തന്മാത്ര 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാണ് H2O ഉണ്ടാകുന്നത്. C12 H22O11 C12 H22O11 ഒരു പഞ്ചസാര തന്മാത്രയാണ്. ഇതിൻ്റെ അകത്ത് 12 കാർബണും 22 ഹൈഡ്രജനും 11 ഓക്സിജനുമാണ് ഉള്ളത്. കാര്യം മനസ്സിലായോ? അപ്പൊ ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? തന്മാത്ര ഉണ്ടാകുന്നത്. അപ്പൊ എന്താ തന്മാത്ര എന്ന് പറഞ്ഞത്? എന്താ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവുമുള്ള ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര. ഓക്കെ, ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത്. ഇപ്പൊ O2 തന്മാത്രയാണ്, N2 തന്മാത്രയാണ്, H2 തന്മാത്രയാണ് എന്ന കാര്യം നമുക്കറിയാം. O2 ഏതൊക്കെ ആറ്റം? ഒരു ഓക്സിജനും കൂടെ ചേർന്നാൽ O2 കിട്ടും. പക്കയാണോ? N2 പറഞ്ഞോ മക്കളെ? ഒരു നൈട്രജനും
ഒരു നൈട്രജനും ചേർന്നാൽ എന്തു കിട്ടും? ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത്. H2O പറ, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും അല്ലേ? 2 ഹൈഡ്രജൻ നോക്കിയ മക്കളെ, H2O 2 ഹൈഡ്രജനും എന്താ, ഒരു ഓക്സിജനും. അപ്പൊ ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുക? തന്മാത്ര ഉണ്ടാകുക എന്ന കാര്യം നമ്മൾ പഠിച്ചു. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നത്. ഒരു ജലതന്മാത്രയ്ക്കകത്ത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. എന്നാൽ 12 കാർബൺ C12 കണ്ടോ, 22 ഹൈഡ്രജൻ H22. ഇപ്പൊ എന്താ, C12 12 കാർബൺ ആറ്റം, 22 ഹൈഡ്രജൻ ആറ്റം കണ്ടോ, 22 ഹൈഡ്രജൻ ആറ്റം, 11 ഓക്സിജൻ ചേർന്നാണ് ഒരു പഞ്ചസാര തന്മാത്ര ഉണ്ടാകുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? തന്മാത്ര ഉണ്ടാകുന്നു. ഇനി കണാദ മഹർഷി. എന്താ കണാദ മഹർഷി? പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദ മുനി. പുരാതന ഏകദേശം BC, കൃത്യമായൊരു കണക്കൊന്നും അറിയത്തില്ല ആർക്കും. BC എന്താ, BC ഏകദേശം 2-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കൊക്കെ ജീവിച്ചിരുന്ന ഒരു പുരാതന പണ്ഡിതനും എന്താ തത്വചിന്തകനുമായിരുന്നു നമ്മുടെ കണാദ മഹർഷി. ഓക്കെ. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെട്ടതെന്ന് കണാദൻ വിശ്വസിച്ചു. കണാദൻ പറഞ്ഞു, നമുക്ക് വിഭജിക്കാൻ പറ്റാത്ത കണികൾ കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ആര് വിശ്വസിച്ചു? കണാദ മഹർഷി വിശ്വസിച്ചു. അതിനെ പരമാണു എന്ന് വിളിച്ചു. എന്താ പരമാണു? എന്താ അണു? ചെറിയ വസ്തു. പരമാണു വളരെ ചെറിയ വസ്തുക്കൾ കൊണ്ടാണ് നമ്മുടെ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആര് വിശ്വസിച്ചു? കണാദ മുനി വിശ്വസിച്ചു. മനസ്സിലായോ? ഒന്ന് ഓർത്തോ. അപ്പൊ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് കണാദനാണ്. ക്ലിയർ? കണാദനാണ്. ഇനി ശ്രദ്ധിക്കുക മക്കളെ, ഇനി ഞാൻ പറഞ്ഞതാണ്, ദ്രവ്യത്തെ അല്ലെങ്കിൽ പദാർത്ഥത്തെ രാസപരമായിട്ട് 2ആയിട്ട് തരംതിരിക്കാം. 1 ശുദ്ധ പദാർത്ഥവും 2 മിശ്രിതവും. ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ശുദ്ധ പദാർത്ഥത്തിൽ തുടങ്ങുവാണ്. പക്ഷെ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനമാണ് ആദ്യം മിശ്രിതം, അവസാനമാണ് ശുദ്ധ പദാർത്ഥം കിടക്കുന്നത്. ഞാൻ ആദ്യം ശുദ്ധ പദാർത്ഥം എടുത്തതേ ഉള്ളൂ. ഓക്കെ. അപ്പം എന്താണ് ശുദ്ധ പദാർത്ഥം? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥം. എന്താ? ഒരേ ഇനം തന്മാത്ര അല്ലെങ്കിൽ ഒരേ ഇനം കണികകൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥം. ഇപ്പൊ ഓക്സിജൻ, എല്ലാ മൂലകങ്ങൾ അല്ലെ, എല്ലാ സംയുക്തങ്ങളും ശുദ്ധ പദാർത്ഥമാണ്. എന്താ മൂലകം? അപ്പം നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയിൽ എത്ര മൂലകമുണ്ട്? 118 മൂലകമുണ്ട്. എന്താ മൂലകം? ഒരേ ആറ്റങ്ങളാൽ നിർമ്മിതമായവ മൂലകങ്ങൾ. ഇപ്പൊ ഹൈഡ്രജൻ എന്ന മൂലകത്തിൽ ഹൈഡ്രജൻ ആറ്റം മാത്രമേ ഉള്ളടേ. നൈട്രജൻ എന്ന മൂലകത്തിൽ നൈട്രജൻ ആറ്റം മാത്രമേ ഉള്ളടേ. ഓക്സിജൻ എന്ന മൂലകത്തിൽ ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ. കാർബൺ എന്ന മൂലകത്തിൽ കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. മനസ്സിലാവും? ഒരേ ആറ്റങ്ങളാൽ നിർമ്മിതമായവയാണ് മൂലകങ്ങൾ. അപ്പൊ എല്ലാ മൂലകങ്ങളും എല്ലാ സംയുക്തങ്ങളും, ഇപ്പൊ ഓക്സിജൻ, നൈട്രജൻ, ഇതൊക്കെ മൂലകമാണ്. അതൊക്കെ ശുദ്ധപദാർത്ഥവുമാണ്. ക്ലിയർ? ഇനി ജലം, H2O, ജലം ഒരു തന്മാത്രയുമാണ്, ഒരു സംയുക്തവുമാണ്. ജലം സംയുക്തമാണ് അല്ലെങ്കിൽ തന്മാത്രയാണ്. ക്ലിയർ ആണോ? NaCl സംയുക്തമാണ് അല്ലെങ്കിൽ തന്മാത്രയാണ്. കത്തിയോ? കാര്യം വ്യക്തമാണോ? അപ്പൊ എല്ലാ സംയുക്തങ്ങളും എല്ലാ മൂലകങ്ങളും എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. അപ്പൊ എന്താ മൂലകം? ഒരേ ഇനമാറ്റങ്ങളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് എന്ത്? ശുദ്ധപദാർത്ഥം.
ശുദ്ധപദാർത്ഥമല്ല, മൂലകം. ഒരേ ആറ്റങ്ങളാൽ നിർമ്മിതമായവയാണ് മൂലകം എന്ന് പറയുന്നത്. ഇപ്പൊ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ മൂലകങ്ങൾ എന്താണ്? ശുദ്ധപദാർത്ഥവ. സംയുക്തങ്ങൾ എന്താണ്? ശുദ്ധപദാർത്ഥവ. മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ നമുക്ക് എന്താ, ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് എന്ത്? ഈ പറയുന്ന ശുദ്ധപദാർത്ഥം. എല്ലാ മൂലകങ്ങളും എല്ലാ സംയുക്തങ്ങളും എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. ഉദാഹരണം നോക്കി, NaCl എന്നാണ്. NaCl ഓക്കെ, തന്മാത്രയല്ലേ? തന്മാത്രയല്ലേ? കാരണം ഇതിനകത്ത് എണ്ണയും Cl ഉണ്ട്. ഞാൻ പറഞ്ഞ എന്താ, വ്യത്യസ്ത ആറ്റങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത്. ഇവിടെ സോഡിയവും ക്ലോറിനും ഇല്ലേ? ഇത് തന്മാത്രയാ. തന്മാത്ര മാത്രമല്ല മക്കളെ, ഇത് സംയുക്തവും കൂടിയാണ്. എന്താ സംയുക്തം എന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളാം. ഇത് തന്മാത്ര മാത്രമല്ല, ഇതെന്താണ്? സംയുക്തം കൂടിയാണ്. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ എന്ന് ചോദിച്ചാൽ ഒരേ പൊളിക്ക് പറയാം, ഉപ്പിൻ്റെ അകത്ത് NaCl മാത്രമേ ഉള്ളല്ലോ, വേറൊന്നും അതിനകത്ത് ഇല്ലല്ലോ, അതുകൊണ്ട് അതെന്താണ്? ശുദ്ധപദാർത്ഥം. നമ്മൾ കുടിക്കാൻ എടുക്കുന്ന ജലമെന്ന് പറയാൻ പറ്റത്തില്ല മക്കളെ. ജലത്തിൻ്റെ അകത്ത് മറ്റ് ലവണങ്ങളൊക്കെ കാണും. ഉപ്പ് വെള്ളത്തിനകത്തൊക്കെ കാണത്തില്ലേ? ഈ പറയുന്ന കടൽ വെള്ളത്തിൻ്റെ അകത്തൊക്കെ മറ്റ് ലവണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശുദ്ധജലം എന്ന് ചോദിച്ചാൽ അവൻ H2O. കാരണം അതിൻ്റെ അകത്ത് H2O മാത്രമേ ഉള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായവയാണ് എന്ത്? ശുദ്ധപദാർത്ഥം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് അതല്ലേ NaCl? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് ഒരു NaCl മാത്രമേ ഉള്ളെന്ന്? അല്ല, കോടിക്കണക്കിന് NaCl അടുക്കി വെച്ച് NaCl ഇങ്ങനെ അടുക്കി വെച്ചാണ് ഉണ്ടാകുന്ന ഒരു ക്രിസ്റ്റലാണ് ഉപ്പെന്ന് പറയുന്നത്. അതുകൂട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജലം അതിൻ്റെ അകത്ത് ഒരു H2O മാത്രമാണോ? അല്ല, H2O+, അങ്ങനെ ഒരുപാട് H2O ഉണ്ട്. അപ്പൊ എന്താ ശുദ്ധപദാർത്ഥം എന്ന് മനസ്സിലായോ? എല്ലാ മൂലകങ്ങളും സംയുക്തങ്ങളും ശുദ്ധപദാർത്ഥമാണ്. ഇനി ഞാൻ സംയുക്തം പറയാൻ പോവാ. എന്റെ ക്വസ്റ്റ്യൻ, ജലം ഓക്കെ അല്ലേ? ഒരു തന്മാത്രയല്ലയോ? ജലം ഒരു തന്മാത്രയല്ലേ? എങ്ങനെ മനസ്സിലായി? ഇതിനകത്ത് ആറ്റങ്ങളാൽ നിർമ്മിതമായ അല്ലേ പദാർത്ഥമാണ് തന്മാത്ര. ഇതിനകത്ത് രണ്ട് ഹൈഡ്രജനും ഓരോ ഓക്സിജനും ഉണ്ട്. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് തന്മാത്രയാണ് സാറേ. ശരിയാണ്. പക്ഷെ ഇത് സംയുക്തവുമാണ്. പറയാൻ കാരണമുണ്ട് മക്കളെ. ഇത് നോക്കിയേ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളല്ലേ? നോക്കി, ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണമുണ്ട്, ഓക്സിജൻ 1 ഉണ്ട്. ഒന്ന് നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ എത്രയുണ്ട്? 2 ഉണ്ട്, ഓക്സിജൻ 1 ഉണ്ട്. അപ്പൊ നോക്കിയേ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തം ഉണ്ടാക്കുന്നത്. മനസ്സിലായി? ഇത് സംയുക്തം എന്ന് പറയാൻ കാരണം ഇവിടെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റമാണ്. കത്തിയോ? കാര്യം മനസ്സിലായോ? ഇനി നോക്കിയ മക്കളെ, H2O2 പറഞ്ഞേ, 2 ഹൈഡ്രജനും 2 ഓക്സിജനും അല്ലേ H2Oയ്ക്കകത്ത്? ഒന്ന് നോക്കിയേ, 2 ഹൈഡ്രജനും 2 ഓക്സിജനും. ഞാൻ ഇതിനെ സിമ്പിൾ ആക്കാൻ പോവാ, വെട്ടിച്ചെറുതാക്കാൻ പോവാ. 2 കൊണ്ട് വെട്ടാം. 1 2 2 1 2 2. അപ്പം ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 1:1. അടുത്ത ഞാൻ പറയട്ടെ, നിങ്ങൾ പറ മക്കളെ, C12 H22 O11 അല്ലേ? ഇതെന്താ മക്കളെ? ഒരു
തന്മാത്രയല്ലയോ? അപ്പൊ നിങ്ങൾ ആണ് സാറേ, കാരണം എന്താ സാറേ? 12 ഹൈഡ്രജൻ ഉണ്ട്, 12 കാർബൺ ഉണ്ട്, 22 ഹൈഡ്രജൻ ഉണ്ട്, 11 ഓക്സിജൻ ഉണ്ട് സാറേ. അതുകൊണ്ട് ആറ്റങ്ങൾ ചേർന്നതാണ് സാറേ. ഇതെന്താണ്? തന്മാത്രയാണെന്ന് പറയാം. പക്ഷെ ഇത് തന്മാത്ര മാത്രമല്ല, സംയുക്തമാ. കാരണം വ്യത്യസ്ത ആറ്റങ്ങളാ. ഇവിടെ കാർബൺ 12, ഹൈഡ്രജൻ 22, ഓക്സിജൻ 11. കണ്ടോ? ഇവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 12:22:11 ഞാൻ ഒരെണ്ണം കൊടുത്തു വയ്ക്കാം, നിങ്ങൾ ശ്രദ്ധിക്കാം. കാർബൺ ഡയോക്സൈഡ് തന്മാത്രയാണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഇതൊരു സംയുക്തവുമാണ്. കാരണം എന്താ? വ്യത്യസ്ത ആറ്റങ്ങളുണ്ട് ഇവിടെ. കാർബണും ഓക്സിജനും, കാർബൺ 1, ഓക്സിജൻ 2. ക്ലിയർ? അങ്ങനാണെങ്കിൽ നോക്കിയേ, കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ CO, കാർബൺ 1, ഓക്സിജൻ 1. കാർബൺ ഡയോക്സൈഡിൻ്റെ അകത്ത് കാർബണും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 1:2. കാർബൺ മോണോക്സൈഡിൻ്റെ അകത്ത് കാർബണും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 1:1. ബേസിക് നല്ലോണം പഠിച്ചു പോണേ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ ചേർത്തപ്പോൾ എന്ത് കിട്ടി? ജലം കിട്ടി. എന്താ? ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ ചേർത്തപ്പോൾ ജലം കിട്ടി. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും 1:1 എന്ന അനുപാതത്തിൽ ചേർത്തപ്പോൾ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടി. ഒന്ന് ആലോചിച്ച്, ഇവിടെ 1:2:1, ഇവിടെ 1:1. മനസ്സിലായി? ഇവിടെ അനുപാതം മാറിയില്ലേ? അനുപാതം മാറിയാൽ സംയുക്തം മാറും. കാരണം ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ ചേർത്താൽ മാത്രമേ നമുക്ക് ജലം കിട്ടത്തുള്ളൂ. അനുപാതം മാറി 1:1 ആണെങ്കിൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അനുപാതം മാറിയാൽ സംയുക്തം മാറും. ക്ലിയർ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു കാര്യം കൂടെ പറയാം. ഹൈഡ്രജൻ ജലം H2O അല്ലെ? ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 2:1 ആണ്. എല്ലാവർക്കും അറിയാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജന്റെ മാസ് 1, ഓക്സിജന്റെ മാസ് 16. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? പറ. 2 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണെങ്കിൽ 2 ഹൈഡ്രജന്റെ മാസ് 2. ഇവിടെ ഓക്സിജൻ 1 ആണ്, ഓക്സിജന്റെ മാസ് 16. അപ്പൊ 16 വെട്ടിക്കളയുമ്പോൾ 1:8 എന്ന് പറയും. എന്ന് വെച്ചാൽ ജലത്തിൻ്റെ അകത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1:8. മാസുകൾ തമ്മിലുള്ള അനുപാതം 1:8. ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കിയേ, H2O2. കണ്ടോ? ഇവിടെ ഹൈഡ്രജൻ 2, ഓക്സിജൻ 2. വെട്ടാലോ? വെട്ടുമ്പോൾ 1:1 എന്ന് കിട്ടും. ഹൈഡ്രജൻ 1 അല്ലേ? 1:2 ഓക്സിജന്റെ മാസ് 16. കണ്ടോ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1:16. പഠിച്ചോ? ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ജലത്തിൻ്റെ അകത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എന്താ? 1:8. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താ ശുദ്ധപദാർത്ഥം? ഒരേ തന്മാത്രകളാൽ നിർമ്മിതമായ പദാർത്ഥമാണ് എന്ത്? ശുദ്ധപദാർത്ഥം. ഓക്കെ, ഒരെണ്ണം കൂടെ നോക്കാം. കാർബൺ ഡയോക്സൈഡിൻ്റെ അകത്ത് കാർബണും ഓക്സിജനും തമ്മിലുള്ള അനുപാതം 1:2. കാർബണിന്റെ മാസ് 12 ആണ്, ഓക്സിജന്റെ മാസ് 16 ആണ്. ഇവിടെ ഒരു കാർബൺ ആണ്, കാർബണിന്റെ മാസ് 12, 2 ഓക്സിജൻ 32 എന്ന് വരും. നമുക്ക് 4 കൊണ്ട് വെട്ടാം. 4 × 3
12 അല്ലേ? 8 × 4 32. ഓക്കെ, കാരണം 12:32 അതിനെ സ്മോൾ ആക്കുക, 4 കൊണ്ട് വെട്ടുക, 4ൻ്റെ അകത്ത് 4 × 3 12, 8 × 4 32. ഇവിടെ നോക്കിയേ, കാർബണിന്റെ മാസ് 12 അല്ലയോടെ, ഈസ്റ്റ് ഓക്സിജന്റെ മാസ് 16 അല്ലയോ? കാരണം ഒരു കാർബണേ ഉള്ളു, ഒരു ഓക്സിജനെ ഉള്ളു. ഇനി ഒന്ന് വെട്ടിക്കുക മക്കളെ, 4 കൊണ്ട് വെട്ടാലോ? 4 3 12, 3ൻ്റെ അകത്ത് 4 12ൻ്റെ അകത്ത് 3 വെട്ടം അല്ലേ? 3 4 12, 4 × 4 16. കണ്ടല്ലോ, ഇത് ഓർത്ത് വെച്ചോണം. എന്ന് വെച്ചാൽ ജലത്തിൻ്റെ അകത്ത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അനുപാതം, മാസുകളുടെ അനുപാതം 1:8 ആണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അകത്ത് കാർബണിൻ്റെ ഓക്സിജന്റെ മാസുകൾ തമ്മിലുള്ള അനുപാതം 3:8 ആണെങ്കിൽ, കാർബൺ മോണോക്സൈഡിൻ്റെ അകത്ത് കാർബണിൻ്റെ ഓക്സിജന്റെ മാസുകൾ തമ്മിലുള്ള അനുപാതം 3:4 ആണ്. പക്കയായിട്ട് പഠിച്ചു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ മൂലകങ്ങളും സംയുക്തങ്ങളും എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. ഇപ്പൊ ഓക്സിജൻ, നൈട്രജൻ അല്ലേ, കാർബൺ, ഇപ്പൊ ഡയമണ്ട് ശുദ്ധപദാർത്ഥം, അതിനകത്ത് കാർബൺ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെ മൂലകങ്ങൾ തന്നാൽ, ഈ നൈട്രജൻ എന്നോ ഓക്സിജൻ എന്നോ ഗോൾഡ് എന്നോ, ശ്രദ്ധിക്കാം, ഗോൾഡ് ചോദിച്ചാൽ, ഗോൾഡ് വെറും സ്വർണം എന്ന് ചോദിച്ചാൽ ശുദ്ധപദാർത്ഥമാണ്. എന്നാൽ 916 ഗോൾഡ് എന്നോ, നമ്മൾ ആഭരണത്തിന് ഉപയോഗിക്കുന്ന സ്വർണമെന്നോ 22 ക്യാരറ്റ് സ്വർണമെന്നോ ചോദിച്ചാൽ അത് മിശ്രിതമാണ്. കാരണം 916 ഗോൾഡ് എന്ന് വെച്ചാൽ 1000 ഗ്രാം സ്വർണം എടുത്താൽ 916 ഗ്രാമേ സ്വർണമുള്ളു, ബാക്കി ചെമ്പാണേ. കാരണം സ്വർണവും ചെമ്പും ചേർന്ന മിശ്രിതമാണ് 916 ഗോൾഡ്. ശ്രദ്ധിക്കുക, സ്വർണം എന്ന് വെറുതെ ചോദിച്ചാൽ അത് ശുദ്ധപദാർത്ഥമാണ്, 916 ഗോൾഡ് എന്ന് ചോദിച്ചാൽ അത് മിശ്രിതമാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? കണ്ടാ, മൂലകങ്ങളും സംയുക്തങ്ങളെന്നും വിളിക്കാം. നോക്കിയേ, കണ്ടാ, ഇരുമ്പ്, ഞങ്ങളെല്ലാം ശുദ്ധപദാർത്ഥങ്ങളാണ്. ഇരുമ്പ് ശുദ്ധപദാർത്ഥമാണ്. ഞാൻ പറഞ്ഞ മൂലകമല്ലേ ഒരു ഇരുമ്പ്, അയൺ. അയണിൻ്റെ അകത്ത് ഇരുമ്പ് മാത്രമേ. ചെമ്പ്, ഞങ്ങളെല്ലാം ശുദ്ധപദാർത്ഥങ്ങളാണ്. ഓക്കെ അല്ലേ? ഇതാ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ് കേട്ടോ. ഇരുമ്പ് ശുദ്ധപദാർത്ഥമാണ്, ചെമ്പ് ശുദ്ധപദാർത്ഥമാണ്, കാർബൺ ഡയോക്സൈഡ് ഞാൻ പറഞ്ഞ സംയുക്തമല്ലേ, ശുദ്ധപദാർത്ഥമാണ്. ഞാനും ശുദ്ധപദാർത്ഥമാണ്, ഞാനും ശുദ്ധപദാർത്ഥമാണ് അല്ലേ? ഇനി ഹൈഡ്രജൻ, ഇപ്പൊ ഹൈഡ്രജൻ പറയാം, നിങ്ങൾ മാത്രമല്ല, ഞാനും ശുദ്ധപദാർത്ഥമാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ അളിയൻ മാത്രമല്ല, ഞാനും ശുദ്ധപദാർത്ഥമാണ്. അപ്പൊ ജലം എന്ന് പറഞ്ഞു, നിങ്ങളാരുമല്ല, ഞാനും, നമ്മളെല്ലാവരും എന്താണ്? ശുദ്ധപദാർത്ഥമാണ്. കണ്ട, കാർബൺ ശുദ്ധപദാർത്ഥമാണ്. ഞാൻ പറഞ്ഞ എല്ലാ സംയുക്തങ്ങളും എല്ലാ മൂലകങ്ങളും ശുദ്ധപദാർത്ഥമാണ്. നോക്കി, ഇതിനകത്ത് കാർബൺ എന്ന് പറയുന്ന മൂലകമല്ലേ അല്ലേ? ചെമ്പ്, ഇരുമ്പ്, ഇതൊക്കെ എലമെന്റ്സാ, മൂലകവാ. അതുകൂടെ ഹൈഡ്രജൻ, ഓക്സിജൻ, ജലം ഒരു സംയുക്തമാണ് അല്ലേ? കാർബൺ ഡൈ സംയുക്തമാണ്. അതാ എല്ലാ സംയുക്തങ്ങളും എല്ലാ മൂലകങ്ങളും എന്താണേ? ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്തായിരുന്നു? പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന ചാപ്റ്ററിൻ്റെ അകത്ത് എന്താണ് ശുദ്ധപദാർത്ഥം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു തന്നു. ഇനി അടുത്തത് മിശ്രിതങ്ങൾ എന്ന ഭാഗമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ലായനിലേക്ക് കടക്കാം. നമ്മൾ പ്രധാനമായിട്ടും ഈ 3 ചാപ്റ്ററാണ് ഈ സീരീസിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ്? പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. രണ്ടാമത്തത് ഇതിൻ്റെ എന്താ? പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞ പഴയ ടെക്സ്റ്റ് ബുക്ക്. അതിൻ്റെ അകത്താണ് കൃത്യമായിട്ട് ഈ പറയുന്ന മിശ്രിതങ്ങളെ എങ്ങനെ വേർതിരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ്? ലായനികൾ 9ാം ക്ലാസ്സിലെ. ഓക്കെ, നീ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക? മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ അല്ലേ? അതുകൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടിച്ച് പൊളിച്ച് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. പിന്നെ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ഞാൻ എന്താണ് അവിടെ നിന്ന് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ആയ ക്വസ്റ്റ്യൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോൾ എക്സാം നടത്തും. എൻ്റെ ടെലഗ്രാം ചാനൽ പേരാണ് സരിത്ത് കെമിസ്ട്രി എന്നാണ്. കെമിസ്ട്രി ജോയിൻ ചെയ്യാത്തവരെന്ത് ചെയ്യുക?
ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടിച്ച് പൊളിച്ചെന്ത് ചെയ്യാം, പഠിക്കാം. താങ്ക് യു.